ഹായ് ഫ്രണ്ട്സ്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വിദ്യാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പച്ചക്കറി ഒന്ന് കുറച്ച് മൂപ്പെത്തിയിട്ടുണ്ട്, അതൊന്ന് വിളവെടുക്കട്ടെ വിചാരിച്ച് ഇറങ്ങിയതാ. ഞാൻ വിളവെടുക്കുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എൻ്റെ വിളവെടുപ്പും കൃഷിയൊക്കെ കണ്ടാൽ ആർക്കെങ്കിലും ഒന്ന് ഉണ്ടാക്കണം തോന്നിയാലോ, അത് മതി എനിക്ക്. ഏറ്റവും വലിയ സന്തോഷം അതാ. അപ്പം ഞാൻ വിളവെടുക്കാൻ പോവട്ടെ, വരി കാണിക്കാം. മൊത്തം കണ്ടോ, ഈ മത്തന് ഇവിടെ നിർത്തിക്കൂടാ, ഇത് മൂപ്പത്തുന്നേ ഉള്ളൂ. സർവീസ് വയറിന്റെ കൂടെ പോയത്. അപ്പൊ ഇതങ്ങ് പറിച്ചെടുക്കുക. ഇന്നത്തെ വിളവെടുപ്പ് അടിപൊളി മത്തൻ കിട്ടി. ചപ്പും പറിക്കുക. ഒരു മത്തൻ വിത്തങ്ങ് നട്ടാ മതി. ഇഷ്ടം പോലെ ചപ്പ് ഉണ്ടാവും, കായും ഉണ്ടാവും. പക്ഷെ അത് സർവീസ് വയറിന്റെ കൂടെ കേറി മറിഞ്ഞത് കൊണ്ടേ പേടിയാകുക അവിടെ നിർത്താന്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മത്തൻ ചപ്പ, കായിനേക്കാളും. നല്ല അടിപൊളിയാണ്. മഴ കുറഞ്ഞത് കൊണ്ട് കുറച്ചൊരു പച്ചിപ്പ് കുറഞ്ഞിട്ടുണ്ട്. മത്തനും കിട്ടി, ചപ്പും. ഇനി ഈ കൂമ്പ് പറിക്കാം, നമുക്ക് തോരൻ വെക്കാലോ. തോരൻ വെക്കാൻ സൂപ്പറാ കൂമ്പ്. ഈ ചവച്ചങ്ങ് പറിച്ചെടുക്കട്ടെ. ഞാൻ 2 ചവച്ചേ പറിക്കുന്നുള്ളൂ, കാരണം കുറെ സാധനങ്ങളുണ്ട് ഉപ്പേരി വെക്കാൻ. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, ഇത് മതിയല്ലോ. ഒന്ന് ഇതിനിവിടെ പറയുന്ന പേര് ചവച്ചവെന്നൊന്നും അല്ല. ഇതാ ഇവിടെ ഇതാവുന്നു. ഞാൻ 2 എണ്ണം മാത്രമേ പറിക്കുന്നുള്ളൂ. ഇവിടെ ഇതാ ഇരട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ മേലെ നിറയെ കായ. പിന്നെ ഇതിന് ഇവിടുന്നാണ് മുള വരുന്നത്. ഇവിടുന്ന. അപ്പൊ ഇതിനിവിടെ പറയുന്ന പേര് വേറെ, അതെനിക്ക് പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചവച്ചവിന് എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ ഉണ്ട്, ഇവിടെ ഇതാ, പിന്നെ ഇരട്ട, അതിന്റെ അപ്പുറം നിറയതാ. ചവച്ചവ് ഉണ്ടാൻ തുടങ്ങിയാൽ അങ്ങനെയാ, നിറച്ചുണ്ട്. ഞാനിപ്പോ ഇതേ വിളവെടുത്തുള്ളൂ, എനിക്ക് 2 എണ്ണം മതി. ഇവിടെ ഒരു കൂമ്പ് ഇതാ. ഈ കൂമ്പ് ഞാൻ ഇന്ന് പറിക്കുന്നില്ല, ഞാൻ ഒന്ന് പറിച്ചു പോവാനല്ലോ. ഇഷ്ടംപോലെ നമുക്ക് ഉപ്പേരി വെക്കാനുണ്ട്. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറികൾ ഉണ്ടാവും. ജാതിക്ക ഉണ്ടായി കണ്ടോ? കുറെ പേർക്ക് ജാതിക്ക ഒന്നും കണ്ടിട്ടുണ്ടാവൂല. ഇതാണ് ജാതി മരം, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് മൂപ്പെത്തിയിട്ട് പഴുത്ത് ഇത് പൊട്ടും, അതിൻ്റെ ഉള്ളിൽ ജാതി പത്രിക ഉണ്ടാവും. നല്ല അതാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിന് മേലെ നമ്മൾ അച്ചാറിടാനൊക്കെ എടുക്കും പോലും ഈ മഞ്ഞ നിറച്ചും കായ്ച്ചിട്ടുണ്ട്. ഇതില് ഇതാ കാണാത്തവർക്കായിട്ട് ജാതി. ഇത് ഏലം ഉണ്ടായി കണ്ടോ? ഇത് നിറച്ച് ഏലം ഉണ്ടായതാ. ഞാൻ 2 പറി പറിച്ചതാ. ആവുന്ന ഇങ്ങനെ പറിച്ചെടുക്കുക. ഒരു മുറം പറിച്ചെടുത്തതാ അതിന്. ഇത് പായിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇങ്ങോട്ട് പറിച്ചതാ. ആവുമ്പോ ഈ കളറ് വരും. അപ്പൊ എനിക്ക് ഇത് മാത്രം മതി, ബാക്കിയെല്ലാം ആവുന്നേ ഉള്ളൂ. കുറച്ച് മുരിങ്ങ പറിക്കട്ടെ. ചപ്പാത്തിക്കൊക്കെ രാത്രി മുരിങ്ങക്കറി ഉണ്ടാക്കാൻ നല്ല രസാ. മുരിങ്ങക്കാമ്പ് അങ്ങ് നട്ടാ മതി. ഇഷ്ടം പോലെ മുരിങ്ങച്ചപ്പ് ഉണ്ടാവും. മുരിങ്ങച്ചപ്പ് എല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാ. ഞാൻ എല്ലാവർക്കും ഡിമാൻഡുള്ളവർക്കൊക്കെ അങ്ങ് പറിച്ചു കൊടുക്കും. ഇത് പൊട്ടിക്കും തോറും ഉണ്ടാവും, ശാഖ വരും. ഇതിന് നടാനൊരു സമയമുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോ അങ്ങ് നനച്ചു കൊടുക്കുന്ന ആളായതുകൊണ്ടേ ഇത് മതി. പറിച്ചെടുത്താല് ഇഷ്ടം പോലെ ഉണ്ടാവും. പറിക്കുന്തോറും ഇത് മതി ഞങ്ങൾക്ക്. എന്താണെന്നറിയോ? ഇത് ചായമൻസ നല്ല ഔഷധ ഗുണമുള്ള ചപ്പാണ്. അത് കുറച്ചങ്ങ് വെട്ടിയെടുക്കുക. ഇത് വെട്ടുന്തോറും ചുറ്റും ശാഖ ഉണ്ടായിക്കോളും. ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല,
ഞാൻ വിളവെടുത്താൽ എൻ്റെ ആവശ്യം കഴിഞ്ഞ് എല്ലാവർക്കും വിതരണ. ഇത് മൂത്തു പോവും, പിന്നെ ഒന്നിനും പറ്റില്ല. ഇതെന്താ അറിയോ, ചീരച്ചേമ്പ്. നോക്കി, ചീരച്ചേമ്പ് വിളവെടുക്കാനായി. ഇതിന്റെ തണ്ട് ഉപയോഗിക്കും. ഞാൻ ഇവിടുന്ന് അങ്ങ് വെട്ടിക്കൊടുക്കും. നല്ല സൂപ്പർ തണ്ട് താൻ ചീരച്ചേമ്പ്. ഇതൊക്കെ അങ്ങ് പിടിപ്പിച്ചാൽ എത്ര പെട്ടെന്ന് ഉണ്ടാവും അറിയോ. ഇവിടെ ഉണ്ട്. ഇത് വേറെ ഒരു തരാ, ആ ചീരച്ചേമ്പിന്റെ കുടുംബത്തിൽ പെട്ട തന്നെയാണ് ചീരച്ചേമ്പ്. ഇതാ ഇവിടെ. ഇത് പറിച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ, പുതിയതുണ്ടാവില്ല. പറിച്ചു കൊടുക്കണം. പക്ഷെ ഞങ്ങൾക്കാണെങ്കിൽ ഇത് വേണ്ടാണ്. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഓരോന്നോരോ ഇതന്നെയല്ല പണി പിടിപ്പിക്കല്. ഇന്ന് ഇത്ര മതി, അവിടെ ഒക്കെ ഉണ്ട്. ഇന്ന് ഇത്ര മതി. മുളക് പറിക്കാൻ ഇറങ്ങിയാ പിന്നെ വിളവെടുക്കാൻ ഇറങ്ങിയാ പിന്നെ എല്ലാം പറിച്ചാൻ കയറാലോ. ഇഷ്ടം പോലെ മുളക് ഉണ്ടായിട്ടുണ്ട്. ഇത് മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ കഴുകിയിട്ട് അതിന്റെ വിത്ത് താഴെട്ടതാ, മുളച്ച് വന്ന്. പിന്നെ ഞാൻ അതിന്റെ പുറകെ കൂടും. മുളച്ച് കഴിഞ്ഞാ പിന്നെ വിടൂല. അതൊക്കെ മുളക്. എല്ലാം ഒന്നും പറിക്കുന്നില്ല, നമ്മളെ ആവശ്യത്തിന് മതിയല്ലോ. ഫ്രഷ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് പറിച്ചെടുക്കാം. ഇത്ര മതി. പറിക്കട്ടെ. നേരത്തെ വിളവെടുത്തതൊക്കെ വെയിലത്തു നിന്നായിരുന്നു. വെയില് തീരെ കൊണ്ടുവിടാം. പണിയെടുക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെയിൽ കൊള്ളാൻ പറ്റൂല. അപ്പൊ നിങ്ങക്ക് പറിക്കുന്നതിനെ ക്ലിയർ ആയിട്ട് കണ്ടോന്ന് അറിയില്ല. ഇവിടെ കുറച്ച് തണല് വന്നിട്ടുണ്ട്. കാന്താരി ഒരു മരടങ്ങ് നട്ടാൽ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ ഉണ്ടാവും. കാന്താരി പിടിപ്പിക്കാത്തവരൊക്കെ ഒന്ന് കാന്താരി പിടിപ്പിച്ച് നോക്കണം, എന്നാലറിയാം അതിന്റെ സുഖം. 2-3 കായ് നല്ലേരുള്ളതാ ഇത്. ആവശ്യത്തിന് ഞങ്ങൾ പറിക്കുന്നുള്ളൂ. ചീരച്ചേമ്പിനൊക്കെ കാന്താരി തന്നെ ഇടണം. നീളം മുളക് വേറെ ആവശ്യത്തിനൊക്കെ പറ്റുള്ളൂ, മീൻകറിക്ക്. ഞങ്ങൾക്ക് ഇത്ര മതി ഇന്ന്. വെണ്ട ഞങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ പറിക്കാനുണ്ടാവും. നല്ല ടേസ്റ്റുള്ള വെണ്ടയാ. വെണ്ട തപ്പി പിടിച്ച് പറിക്കണം. മറന്നു പോയാല് പിന്നെ അത് മൂത്താ ഒന്നിനും പറ്റൂല, വിത്തിനക്കാനേ പറ്റുള്ളൂ. അച്ചി വെണ്ട ഉണ്ടായി. ഇതങ്ങ് വെട്ടി കൊടുക്കുന്നത് എന്താന്ന് പറഞ്ഞാല് എന്നാ ശാഖ ഉഷാറായിട്ടുണ്ടായിക്കോളും. ഇത് നമ്മൾ ഈ കായ് നോക്കിയിട്ട് കാര്യമല്ല. ഇത് ശാഖ ഉഷാറാവണമെങ്കിൽ മേലങ്ങ് വെട്ടിക്കൊടുക്കണം. ഇതാ വെണ്ട കിട്ടിയേ കണ്ടോ. ഇനി ഞാൻ ചീര പറിക്കട്ടെ കേട്ടോ. ഇത് എന്തൊരു ടേസ്റ്റ് ഉള്ള ചീരയെന്നറിയോ. ഇത് ഇവിടെ പടവളിച്ചുണ്ടായതാ, ഞാൻ നട്ടതൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിത്ത് ഞാൻ നനച്ചപ്പോ വന്നുണ്ടായതാ. ഞാനിനി കുറച്ച് നടുന്ന്. ഇവിടെ ഒക്കെ നിറയെ തൈ. ഇത് പൊട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ശാഖ ഉണ്ടാവില്ല. ആവശ്യം വന്നിട്ടല്ലേ, ഞങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ ഉണ്ട് കറി വെക്കാൻ. പക്ഷെ ഇത് പൊട്ടിച്ചു കൊടുക്കാൻ നിർബന്ധം. ആവശ്യക്കാർ ഞാൻ ഡിമാൻഡുള്ള എടുക്കാൻ കൊടുക്കും, അല്ലാതെ എല്ലാം കൂടി ചെലവാകില്ല. എന്റെ വഴുതിന കണ്ടോ, നിറയെ കായ, നിറയെ പൂവും കായും കേട്ടോ. ഇതെല്ലാം ഞാനിനി നടാൻ പോവാ. ഇതെന്റെ കോളിയാട്ടോ, കോളിഫ്ലവർ ഷെയറാവുന്നുണ്ട്.
ഇന്റെ ഇടയിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വേഗം പറിച്ചില്ലെങ്കിൽ എന്റെ കാബേജിക്ക് ബുദ്ധിമുട്ടാ. കാബേജ് തണലായി പോവും. ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്റെ കാബേജ് കണ്ടോ എന്തൊരു ഉഷാറിലാണ്ടായത് കണ്ടോ. കായ്ക്കാനൊന്നും സമയമായില്ല. ഒക്കെ കുഞ്ഞി തൈകൾ തന്നെയാ. നോട്ടത്തിന്റെ പവറാ. നനന്റെയും നോട്ടത്തിന്റെയും പവർ തന്നെയാ. ചീര കണ്ടില്ലേ ഇന്നത്തെ പച്ചക്കറികൾ. ഞാൻ പറിച്ചു കൊണ്ടുവന്ന പച്ചക്കറികൾ വിളവെടുത്തത് ഇതാ. വെണ്ട, ചീര, ഇതിൽ ചാമൻസി ഉണ്ട് കേട്ടോ. ചീര, മത്തൻ സൂപ്പറാ പാകം. പച്ചമുളക്, നീളം മുളക് ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ. കാരണം നമ്മൾ ആവശ്യത്തിന് മതിയല്ലോ. എന്തിനാ ഈ വാട്ടുന്ന വെറുതെ. കൂമ്പ് തോരൻ വെക്കാൻ നല്ലതാ. ചവ്ചവ് 2 പറിച്ചുള്ളൂ. അതിൽ നിറയെ ഉണ്ട്. മത്തൻ ചപ്പ് അരച്ച് വെച്ചാൽ നല്ല സൂപ്പർ. ഇത് ഞാൻ പാകമായത് മാത്രം ഏലം പറിച്ചെടുത്തതാ. മുരിങ്ങച്ചപ്പ് എല്ലാം കുറച്ച്. ചീരച്ചേമ്പൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനം. നല്ല ഔഷധ ഗുണമുള്ളത്. ഇതിന്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ മുരിങ്ങന്റെത്. ഇന്നത്തെ വിളവെടുപ്പ് ഇത് കണ്ടല്ലോ. എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.